നമസ്കാരം. അൽഷാം മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാവറട്ടിയിലെ പ്രശസ്തമായ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ അങ്കണത്തിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വെള്ളക്കെട്ടും അതുമൂലം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന യാത്രാ ദുരിതവും നിരന്തരം നമ്മുടെ ചാനലിലെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ച് ഇന്ന് PWDയുടെ ഭാഗത്തു നിന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനീയറും 2 ജീവനക്കാരും വന്ന് സ്കൂളിൻ്റെ അങ്കണത്തിൽ, അതായത് സ്കൂൾ വളപ്പിൻ്റെ സ്കൂളിൻ്റെ അവർ കയ്യേറ്റമുണ്ടെന്ന് അവർ പറയുന്ന സ്ഥലത്ത് സ്കൂളിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് കരുതുന്നു. അച്ഛനായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അളവിൽ വെച്ചാൽ അളവെടുത്തിട്ട് കയറ് കെട്ടിപ്പോയതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളവിടെ കാണുന്നത്. അപ്പോൾ യഥാർത്ഥ കയ്യേറ്റക്കാർ 2006 പാവറട്ടി ഹോസ്പിറ്റൽ മുതലാണ് എന്നാണ് പാവറട്ടിയിലെ പഴയ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാം പറയുന്നത്. അവർക്കിതുവരെ ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് പൊതുജന താല്പര്യം മുൻനിർത്തി വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതവും അതുപോലെ തന്നെ അപകട ഭീഷണിയും ഒഴിവാക്കാൻ വേണ്ടി പാവറട്ടി സ്കൂൾ അധികൃതർ തന്നെ സ്വമേധയാ വിട്ടുകൊടുക്കാൻ തയ്യാറായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് PWD AE അതുപോലെ തന്നെ വേറെ 2 ആളുകളും കൂടി വന്ന് അളവെടുത്ത് കയറ് കെട്ടിയതിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ യഥാർത്ഥ കയ്യേറ്റക്കാർ ആരാണെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. 2006 പാവറട്ടി ഈ ആശുപത്രി അധികൃതരാണ് സ്പെഷ്യൽ അഫിഡവിറ്റ് പ്രകാരം മതിൽ റോഡിലേക്ക് PWD റോഡിലേക്ക് ഇറക്കി കെട്ടിയിട്ടുള്ളത് എന്നാണ് പൊതുവെ പഴയ ആളുകളുടെ എല്ലാം അഭിപ്രായം. അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തി അത് യഥാർത്ഥ കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തി അത് പൊളിച്ചു കളയേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയിട്ടാണ് കോവന്തയിലെ പ്രിയോരച്ചൻ ഇത്തരത്തിൽ CMI സഭയുമായി ആലോചിച്ചിട്ടായിരിക്കാം അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ മതിൽ അകത്തേക്ക് തള്ളിപ്പണി ചെയ്തിട്ട് കാനയുടെ പണി പൂർത്തിയാക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള അളവുകളാണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ലെയറിലായിട്ട് അവർ കയറ് കെട്ടിയിട്ട് പോയിട്ടുണ്ട് PWD അധികൃതർ. അപ്പോൾ അതിന് മതിൽ ഇവർ തന്നെ PWD തന്നെ കെട്ടിക്കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്നിരുന്നാലും യഥാർത്ഥ കയ്യേറ്റക്കാർക്ക് അത് പാവറട്ടി ഹോസ്പിറ്റൽ അധികൃതരാണെന്നാണ് പൊതുജന സംസാരം. യാതൊരു കുലുക്കവും ഇല്ല എന്ന് മാത്രമല്ല, പൊതുജന താല്പര്യം മുൻനിർത്തി വീണ്ടും സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി വിട്ടുവെച്ചക്ക് തയ്യാറാവേണ്ടി വന്ന ഈ പ്രിയോരച്ചൻ്റെയും അതുപോലെ തന്നെ CMI സഭയുടെയും ഈ നടപടി വളരെയധികം പ്രശംസനീയമാണ്. അതുപോലെ തന്നെ യഥാർത്ഥ കയ്യേറ്റക്കാരെ ഇവർ ചെയ്ത മാതൃക പിൻപറ്റി ഇവർ മതിലിറക്കി പണിതാൽ തന്നെ കയ്യേറ്റമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് പൊളിച്ച് അത് വികസനത്തിന് തടസ്സം നിൽക്കരുത് എന്ന് പാവറട്ടിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പാവറട്ടി സ്കൂളിൻ്റെ ആ പരിസരത്തുള്ള ഓട്ടോറിക്ഷകളെല്ലാം തന്നെ ഓട്ടോറിക്ഷകൾ റോഡിലേക്ക് ഇറക്കി പാർക്ക് ചെയ്യേണ്ടത് വന്നിട്ടുള്ളത് ഹോസ്പിറ്റലിൻ്റെ മുൻപ് അവിടെ ഉണ്ടായിരുന്ന പാർക്കിംഗ് സ്ഥലം, ആ സ്ഥലം അവർ ബോർഡെല്ലാം വെച്ച് കയ്യേറിയിട്ട് അവിടെ ചെടികൾ വെച്ച് പിടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യഥാർത്ഥമായ അവരുടെ സ്ഥലമല്ലാതെ PWD സ്ഥലത്ത് ചെടികൾ വെച്ച് പിടിപ്പിച്ച് ബോർഡ് വെക്കാൻ അവർക്ക് എത്തരത്തിലാണ് അവർക്ക് അനുമതി കിട്ടിയത് എന്നത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ റോഡിലൂടെ ഓട്ടോറിക്ഷ ഇറക്കി വെക്കുമ്പോൾ ബസ് ബേയിലാണത് പാർക്ക് ചെയ്യേണ്ടി വരുന്നത്. അവർക്ക് വേറെ ജീവിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികളെ അവർ പുറത്തേക്ക് ഇറക്കി നിർത്തിയിരിക്കുകയാണ്. അവിടെ വ്യക്തമായി പണ്ട് മുതലേ ഉള്ള ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ സ്ഥലങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നു പോകുന്ന രോഗികൾക്കും അതിവിടെ ഈ ഇതുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും വലിയ ഒരു സഹായമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നിരുന്നാലും പൊതുജനക്ഷേമവും വിദ്യാർത്ഥികളുടെ സുരക്ഷയും മുൻനിർത്തി പാവറട്ടി സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു വിട്ടുവീഴ്ച അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഈ വിട്ടുവീഴ്ച വളരെയധികം പ്രശംസനീയമാണ്. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു അളവെടുത്തിട്ടുള്ള PWDയുടെ അധികൃതർ അളവെടുത്ത് പോയതിൻ്റെ പ്രശസ്തമായ ഭാഗങ്ങളാണ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.